ഞാനും ഇതൊക്കെ വിശ്വസിക്കും ജാനകി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. നകുലനിപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോഴും അവളെ എന്നോട് മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം എനിക്കറിയണമെന്ന് അഭി പറയാണ്. ഉണ്ണിത്താൻ ഭാര്യയോട് വയ്ക്കും നിരഞ്ജന എന്തെങ്കിലും പറഞ്ഞിരുന്നോ നോക്കും. അപ്പോൾ ഹേമ വയ്ക്കും പറയുന്നത് എന്തിനാ, അവളിതാ ഇവിടെ ഉണ്ട്, അച്ഛൻ്റെ ഏത് ബുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറയും. നിരഞ്ജന അങ്ങോട്ട് വന്നിട്ട് അച്ഛനോട് പറയും, അച്ഛാ ഞാൻ പോകാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, വൈകുന്നേരം ബാർ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ട്, നിനക്കതൊന്നും ബാധകമല്ലല്ലോ എന്ന് പറയും. നിരഞ്ജന പറയും, അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാനില്ല. അവരുടെ ഡിസ്കഷൻ പതുക്കെ കേസിനെ പറ്റിയാവും. നിരഞ്ജന പറയും, ഈ കേസിൽ എന്തായാലും ജയിക്കണം, ആ കേസിൽ തോൽക്കുകയാണെങ്കിൽ അത് അജയുടെ മുന്നിലാണെന്ന് അച്ഛൻ ഓർക്കണം എന്നൊക്കെ പറയും. നീ ഇവിടെ നിൽക്കേ, എന്നാലല്ലേ നമുക്കിത് രാത്രി ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ, നീ അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അച്ഛൻ പറയും, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കേസ് കഴിയുന്നവരെങ്കിലും ഇവിടെ വന്ന് നിൽക്കുന്നു. അമ്മ പറയും, കേസിൽ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അതവർ ഒത്തു കളിച്ചതാണെന്ന് പറയുന്നു. അച്ഛനും ഇത് തന്നെ ആവർത്തിക്കും. അജയ് തോറ്റു കഴിഞ്ഞാൽ പറയും ഭാര്യയ്ക്ക് വേണ്ടി തോറ്റു കൊടുത്തതാണെന്ന്. ഇതൊക്കെ കേട്ട് നിരഞ്ജന പറയും, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, എൻ്റെ ജയം അജയുടെ പേരിൽ ആഘോഷിച്ചാൽ പിന്നെ ഞാൻ ഈ കൂട്ടിട്ട് നടന്നിട്ട് എന്ത് കാര്യമാണ്. അമ്മ പറയും, എങ്കിൽ നീ ഉടനെ പോരെ, അച്ഛൻ്റെ എല്ലാ സഹായവും നിനക്ക് ഇവിടെ കിട്ടും. നിരഞ്ജന അത് സമ്മതിക്കുകയാണ്. അഭിയും ജാനകിയും ഒരു കടൽക്കരയിൽ നിൽക്കുകയാണ്. ജാനകി ചോദിക്കും, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് പോലും അഭിയോട്ടൊന്നും പറഞ്ഞില്ല, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയും. അഭി പറയും, ഞാനൊന്ന് റിലാക്സ് ആവാമെന്ന് കരുതി വന്നതാണ്. ജാനകി ചോദിക്കും, ഇപ്പോൾ റിലാക്സ് ആയോ എന്ന്. അഭിയേട്ടൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് പറയണമെന്ന് പറയും. എന്നിട്ടേക്ക് നകുലനാണോ എന്ന് ചോദിക്കും. ജാനകിയും നകുലനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന ചിന്തയല്ലേ അഭിയേട്ടൻ്റെ മനസ്സിൽ. അഭി പറയും, നീ അത് പറയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ എന്ന് പറയും. ജാനകി ചോദിക്കും, അഭിയേട്ടൻ അത് എന്നോട് ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അഭി പറയും, എന്നെ മറച്ചു വെച്ച് നിനക്ക് ഒന്നുമില്ലെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്, ആ വിശ്വാസത്തിന് ഒരു കോട്ടം വന്നത് ഇപ്പോഴാണ്. അഭി പറയും, നീ എന്നോട് മറച്ചു വെച്ച് എനിക്ക് വലിയ വിഷമമുണ്ടാക്കി, നമ്മൾ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ജാനകി പറയും, അതിനേക്കാൾ ഇരട്ടി ഭാരം നെഞ്ചിലേറ്റിയവളാണ് ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളത്, വീണ്ടും അതൊക്കെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നു, അത് ഞാൻ അഭിയേട്ടനോട് പറയാതിരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയും. കോഴ്സ് കഴിഞ്ഞപ്പോൾ സ്പോൺസറെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാനൊരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. പല സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി. അങ്ങനെയാണ് നകുലൻ്റെ ഏട്ടൻ്റെ കമ്പനിയിൽ ജോലി കിട്ടുന്നത്. ആ സമയത്ത് അയാളുടെ അനിയൻ വിദേശത്തു നിന്നും ബിസിനസ്സൊക്കെ പഠിച്ച് അവിടേക്ക് വന്നു. കമ്പനി ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അനിയനെ അങ്ങോട്ട് കൊണ്ടുവന്നത്. പുള്ളിക്കാരൻ അവിടെ വന്നപ്പോൾ തന്നെ എന്നെ പിടിച്ചിരുത്തി ഒരുപാട് സംസാരിക്കാനൊക്കെ തുടങ്ങി ക്യാബിനിൽ. ഞാനറിയാതെ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നകുലൻ്റെ വിസിറ്റിൽ അവിടെ ചില ക്രമക്കേടുകളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി പോലും. MD നേരിട്ട് സന്ദർശനം നടത്തുന്നുണ്ട്, ചിലപ്പോൾ കമ്പനി പൂട്ടാൻ വരെ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. MDയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടായിരുന്നു. MDയും ഇന്ദ്രജയും കൂടി ജാനകിയെ അങ്ങോട്ട് വിളിപ്പിക്കും. മാനേജർ ജാനകിയോട് പറയും, നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാണ്, നകുലൻ സാറ് നിനക്കെതിരെ എന്തോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എതിർത്തൊന്നും പറയണ്ടെന്നൊക്കെ പറയും. ഇന്ദ്രജ ജാനകിയോട് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകിയൊക്കെ പറയും, ഓർഫനാണ്, ഒരു സ്പോൺസറാണ് ഇതുവരെ പഠിപ്പിച്ചതെന്നൊക്കെ. ജാനകി ചോദിക്കും, എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കണമെങ്കിൽ അതെന്ത് കാര്യത്തിനായിരിക്കും എന്ന് നിനക്ക് ഊഹിച്ചൂടെ എന്ന് ചോദിക്കും. ഇന്ദ്രജ പറയും, നകുലിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഇത് കേട്ട് ജാനകി ഒന്ന് ഷോക്കാവും. നിന്നോട് ആ വിവരം പറഞ്ഞ് വിവാഹം നടത്താനുള്ള തീരുമാനം നിന്നെ അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. ജാനകി ചോദിക്കും, അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ, ഞാനും കൂടി തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കും. ഇന്ദ്രജ എന്താ നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയും, എനിക്കതിന് താല്പര്യമില്ല. ജാനകി പറയും, ചേരേണ്ടതേ ചേരാവെന്ന് പറയാറില്ലേ, ഒരിക്കലും എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല.